Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ iPhone 14, 14 Pro ഈ പറയുന്ന ഡിവൈസുകൾക്ക് നല്ല രീതിയിലുള്ള ലീക്സും റൂമേഴ്സും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് ലീക്കേഴ്സായ മാർക്ക് ഗർമൻ്റെയും അതേപോലെ ജോൺ പ്രോസറിൻ്റെയൊക്കെ ഒരു 5 മേജർ ലീക്സ് ആൻഡ് റൂമേഴ്സാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയേണ്ട ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പറും അവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ ജോയിൻ ചെയ്ത് മെമ്പർ ആയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങളത് മറന്നു പോവാതെ കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഈ പറയുന്ന 5 മേജർ ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്താണ് iPhone 14 നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്നതാണ് നമ്മുടെ ഈ പറയുന്ന iPhone 14 ഡിസൈൻ ആൻഡ് മോഡൽ എന്ന് പറയുന്നത്. ഡിസൈൻ ആൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ iPhone 14 നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. കാരണം iPhone 12 iPhone 13 നമുക്ക് മിനി എന്ന് പറഞ്ഞ സീരീസ് നമ്മുടെ സ്വന്തം മിനിക്കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഐഫോൺ ലൈനപ്പിൽ നമുക്ക് മിനി ഉണ്ടാവില്ല. നമുക്ക് വരുന്നത് iPhone 14, 14 Max, 14 Pro ആൻഡ് 14 Pro Max ഈ 4 ഡിവൈസിലായിരിക്കും നമ്മുടെ iPhone 14 സീരീസ് ലൈനപ്പ് വരാൻ പോകുന്നത്. ഈ പറയുന്ന 14ഉം 14 Proയും നമുക്ക് 6.1 ഇഞ്ചും 14 Maxും 14 Pro Maxും നമുക്ക് 6.7 ഇഞ്ചിലായിരിക്കും വരുന്നത്. ഈ 2 ഡിവൈസുകളും ഒരു ഹയർ ആൻഡ് ബിഗ്ഗർ സ്ക്രീനിലും നമ്മുടെ നോർമൽ ഐഫോണും നോർമൽ പ്രോ ഐഫോണും നമുക്ക് 6.1 ഇഞ്ചിലും ആകുമ്പോൾ ഹാൻഡി ആയിട്ടുള്ള ഡിവൈസിലാണ് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മോഡൽസിൽ ഇങ്ങനെയാണ് നമുക്ക് പുതിയ റെൻഡേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോ മോഡൽസ് ഒട്ടിക്കേണ്ട സ്ക്രീൻ ഗാർഡിൻ്റെയൊക്കെ ലീക്സും റൂമേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എത്രത്തോളം നമുക്കിത് ജെനുവിനാണ് എന്ന്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്ന ഡിവൈസിൽ ഉപയോഗിക്കുന്ന ചിപ്പ് സെറ്റ്. നമ്മുടെ ഈ എല്ലാ ചിപ്പ് സെറ്റും നമുക്ക് വരുന്നത് നേരത്തെ കേട്ട റൂമേഴ്സ് അനുസരിച്ച് നമ്മുടെ നോർമൽ സീരീസ് അതായത് iPhone 14 ആൻഡ് 14 Maxൽ വരുന്നത് A15 ബയോണിക് ചിപ്പ് ആയിരിക്കുന്നതാണ്. നമ്മുടെ പ്രോ സീരീസായ 14 Proയിലും 14 Pro Maxലും മാത്രമായിരിക്കും A16 ബയോണിക് ചിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല എന്തായിരിക്കും ഈ A15 ബയോണിക് ചിപ്പ് അവർ പിന്നെയും തിരിച്ച് റീപ്ലേസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്. കുറേ പേര് പറയുന്നു നേരത്തെ ഉണ്ടായ A15 ബയോണിക് ചിപ്പിനെയും കാട്ടും കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കുന്നു. പക്ഷേ എന്തിനാണ് ആപ്പിൾ അങ്ങനെ വെക്കുന്നത്? ഞാനൊരു ആപ്പിൾ എന്തൂസിയസ്റ്റാണ്. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളൊരു പുതിയ ഫോൺ എടുക്കുന്നത് അതിൽ പുതിയ ചിപ്പ് സെറ്റ് ഉണ്ടാകും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ, ബെറ്റർ ആയിട്ടുള്ള ക്യാമറ, ഈ പറഞ്ഞ എല്ലാ സാധനവും ഉണ്ടാവേണ്ടായിരിക്കുമല്ലോ നമ്മൾ ഫോൺ എടുക്കുന്നത്. പക്ഷേ A15 ബയോണിക് ചിപ്പ് തന്നെ അവർ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിലെന്താ ലോജിക്ക്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. പക്ഷേ ഗോഡ് ഗ്രേസ് അങ്ങനെ ആവല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. A16 ബയോണിക് ചിപ്പ് നമ്മുടെ 14ലും 14 Maxലും A16 ചിപ്പ് തന്നെ ആയിരിക്കണം എന്നുള്ള ചെറിയൊരു പ്രാർത്ഥന എനിക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 14 ലൈനപ്പിൽ വരുന്ന ചിപ്പ് സെറ്റിൻ്റെ കാര്യമെന്നാണ് നമുക്കറിയാൻ പറ്റുന്ന ലീക്സ്. പിന്നീട് വരുന്ന തേർഡ് മേജർ ചേഞ്ചാണ് നമ്മുടെ പറയുന്ന ക്യാമറയിൽ. പക്ഷേ ക്യാമറയിൽ എല്ലാവർക്കും ഉള്ള ഡൗട്ട്, ഇൻക്ലൂഡിങ് എനിക്കുള്ള ഡൗട്ടാണ്, നമ്മുടെ 14 ഫുൾ ലൈനപ്പിലാണോ അല്ലെങ്കിൽ 14 Pro ലൈനപ്പിൽ മാത്രമാണോ ഈ പറയുന്ന 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരുന്നത്. എല്ലാവരും പറയുന്നത് അത് പ്രോ വേരിയൻറ്റിൽ മാത്രം ഉണ്ടാകുള്ളൂ എന്നാണ്. പക്ഷേ നമ്മുടെ ഫുൾ ലൈനപ്പിൽ മിക്കവാറും നമുക്ക് ബിഗ്ഗസ്റ്റ് ചേഞ്ച് എവർ ദ ആപ്പിൾ ഹിസ്റ്ററി, അതായത് നമ്മുടെ ഈ പറയുന്ന 14 ലൈനപ്പിൽ ഫുള്ള് നമുക്കൊരു അടിപൊളി ഫ്രണ്ട് ഫേസിങ് ക്യാമറ വരുമെന്ന്
പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. കാരണം ഇതിൽ എല്ലാവർക്കും ഡൗട്ടുണ്ട്, ഇത് പ്രോ ലൈനപ്പിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഫുൾ 14 ലൈനപ്പിൽ വരുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഫ്ലക്ച്വേഷൻ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഓൺലി ഫോർ പ്രോ ആയിരിക്കും ഇവർ പറയുന്ന ഈ ഒരു കാര്യം. അപ്പോൾ 14 പ്രോ ആയാലും 14 സീരീസിലായാലും ഈ പറഞ്ഞ 48 മെഗാ പിക്സൽ വൈഡ് സെൻസറാണ് വരുന്നത്. അതോടൊപ്പം നമുക്ക് 8K റെസൊല്യൂഷനുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 4Kയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാം. പ്രോറസ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ 8Kയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ വീഡിയോയുടെ പ്രോസസ്സിങ്, അതേപോലെ സൈസ്, അതേപോലെ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് നോക്കാനുണ്ടാവും. അപ്പോൾ 8Kയിലേക്കാണ് വരുന്നതെങ്കിൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ലീപ്പ് ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഐഫോൺ ക്യാമറയിലേക്ക് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഡിവൈസിൻ്റെ ഫോർത്ത് ചേഞ്ച് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഡിസ്പ്ലേയിലാണ്. ഐഫോൺ 14ൽ നമുക്ക് എന്തായാലും ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരും. പക്ഷേ അത് 14 പ്രോ സീരീസിൽ മാത്രമാണെന്ന് വെച്ചാൽ കുറേ പേരും പറയുന്നത് അത് 14 സീരീസ് പ്രോയിൽ മാത്രമുള്ളതാണ്. പക്ഷേ എന്താണ് ഈ പ്രോ ഫീച്ചർ അവർ ഉദ്ദേശിക്കുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത്? ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കുറച്ചധികം ചേഞ്ചസ് നമ്മൾ നോർമലി കാണുന്ന പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അല്ല കാണുന്നത്. കാരണം നമുക്ക് നേരത്തെ ഇറങ്ങിയ ഈ പറഞ്ഞ iOS 16 ബേറ്റാസിലെ എക്സ്കോഡ് ബേറ്റ റിലീസായപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡെവലപ്പേഴ്സിന് ഇനി iOS 16 കിടന്ന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്കോഡ് ബേറ്റ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്നത് നമ്മുടെ വാൾപേപ്പർ ഫുള്ളി ഫെയ്ഡ് ഔട്ട് ആവാതെ നമ്മുടെ വാൾപേപ്പർ ഒരു ടിൻഡഡ് ആയിട്ടാണ് ആ ഒരു വാൾപേപ്പർ മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ആപ്പിൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഐഫോൺ 13 പ്രോ ഡിസ്പ്ലേകളിലും നമുക്ക് ഈ പറയുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരു സോഫ്റ്റ്വെയർ വേർഷൻ കൂടെ അവർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നും പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് കിട്ടുന്ന ഒരു മേജർ ലീക്കാണ്. കാരണം ഡിസ്പ്ലേയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മുടെ ആൻഡ്രോയിഡ് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ചെറിയ ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് നമ്മുടെ ആപ്പിൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വിഡ്ജറ്റ്സ് കൊണ്ടുവന്നു, അതേപോലെ ലോക്ക് സ്ക്രീനിലെ ചേഞ്ച് കൊണ്ടുവന്നു. ഇതൊക്കെ ആൻഡ്രോയിഡ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ആപ്പിൾ കൊണ്ടുവന്നതെന്ന് നമുക്കിപ്പോൾ നമ്മുടെ iOS 16 കാണാൻ പറ്റും. പിന്നീട് നമ്മുടെ ഐഫോൺ ലൈനപ്പിലെ 5th ആൻഡ് മേജർ ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ ലീക്സ് ആൻഡ് റൂമേഴ്സിൽ വരുന്നത് നമ്മുടെ ഈ പറയുന്ന കണക്ടിവിറ്റിയിലാണ്. കണക്ടിവിറ്റിയിൽ നമ്മുടെ ഐഫോൺ 14ൽ സാറ്റലൈറ്റ്, അതായത് നമ്മുടെ ആകാശത്തു നിന്ന് പുറത്തുള്ള ആ ഒരു സാറ്റലൈറ്റിൽ നിന്ന് കണക്ടിവിറ്റി കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും എമർജൻസിയിൽ, അതായത് നമുക്ക് SOS ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റേഞ്ച് ഇല്ലെങ്കിലും പല സിറ്റുവേഷനിലും നമുക്ക് കണക്റ്റ് ആയില്ലെങ്കിലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നാണ് ആപ്പിൾ പറയുന്നത്. ഇത് കാരണം ആപ്പിൾ കൂടുതൽ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ കൂടുതൽ കൺസേൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി സാറ്റലൈറ്റ് ടെക്നോളജി അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമ്മളൊരു എമർജൻസിയിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ നമ്മുടെ കോള് കണക്റ്റാകാൻ വേണ്ടിയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അറിയുന്ന മേജർ 5 ലീക്സ് ആൻഡ് റൂമേഴ്സ് അബൌട്ട് ഐഫോൺ 14 ലൈനപ്പ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങൾ മറന്നു പോകാതെ അത് കാണുകയും ചെയ്യും. സോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതോടൊപ്പം നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയേണ്ട ആപ്പിൾ സംബന്ധമായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ ആപ്പിൾ കോണ്ടൻറ്റുകളുടെ ലീക്സ് ആൻഡ് റൂമേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Abin Xavier signing from Evika.